ഏത്തപ്പഴം മേടിച്ചതാട്ടോ. 2 കിലോ 100 രൂപ. ഇത് 2 കിലോ അല്ല, അതിൽ കൂടുതലുണ്ട്. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് മോനിക്കൊണ്ടാണെങ്കിൽ ഈ നമ്മുടെ റാണി സേമിയായും ഏത്തപ്പഴവും കൂടെ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഏത്തപ്പഴം മേടിക്കാൻ കുറേ ദിവസം കൊണ്ട് മറന്നു പോവാം. എന്തായാലും വാങ്ങി. പിന്നെ പാല് വാങ്ങി, കോൺ വാങ്ങിച്ചു, പിന്നെ പഴുത്ത മാങ്ങ വാങ്ങി. അതിൻ്റെ കൂടെ പച്ച ഏത്തക്കായ വിൽക്കുന്നുണ്ടായിരുന്നു. ഇവര് അണ്ണം തന്നത് അവിയലോ സാമ്പാറോ വെച്ചോണ്ട്. പക്ഷെ അമ്മ അവിയൽ വെച്ചെന്നാ പറഞ്ഞു. നോക്കട്ടെ. മീൻ കറി ഉണ്ട്. അവിയൽ വെച്ചു, ഒരു രസം വെച്ചു. ഇരിക്കട്ടെ. 2-3 ദിവസമായി നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റുന്നില്ല കേട്ടോ. പിന്നെ അടുക്കളയിൽ നിന്ന് പാചകമില്ല. അമ്മ ഇപ്പം പാചകം ചെയ്യുന്നോണ്ടാണ് അടുക്കളയിൽ രാത്രിയിലത്തെ പാചകമൊന്നും ഇല്ലാത്തത്. വീട്ടിനകമെല്ലാം തൂത്തു വരണം, മുറ്റം തൂക്കാൻ ഒക്കുന്നെങ്കിൽ തൂക്കണം, എന്നിട്ട് കുളിച്ച് തിരി കത്തിക്കണം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഓറഞ്ച് ഒന്നും കഴിക്കാൻ എന്താ? അയ്യോ, അത് കളയാതെ കഴിക്കത്തില്ലായിരുന്നു. 3 എണ്ണം കൂടി ഇനി ഇരിക്കുന്നു. നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന കുറച്ച് ചെടികളാണ് ഇതൊക്കെ കേട്ടോ. ഇതെനിക്ക് ഒരു പ്രാവശ്യം അപ്പൂൻ്റെ അമ്മ തന്നതാണ്. ഇത് കുഞ്ഞു പൊടിയായിരുന്നു, ഇത്രയാക്കി. ഇതൊക്കെ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെടികളാണ്. പിന്നെ ഇത് അമ്മ കൊണ്ടുവന്ന് നട്ട് വെച്ചിരിക്കുക. ഇതൊക്കെ കുഞ്ഞു മുട്ടുണ്ടായി നിൽപ്പുണ്ട് അതിൽ. പിന്നെ ഇത് എനിക്ക് കൊണ്ട് തന്ന ഞാൻ നട്ട് വെച്ചിരിക്കുകയാണ്. കിളിച്ച് വരുന്നതേ ഉള്ളു. ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ഇതിവിടെ ഉണ്ടായിരുന്നതാണ്. ഇതേപോലത്തെ വെള്ളപ്പൂവുണ്ടാവുന്നത്. ഇനി ഇവരെയൊക്കെ നമ്മൾ കൊണ്ടുവച്ചതാണ്. എല്ലാം വളർന്നു വരുന്നതേ ഉള്ളു. ഇതിനെക്കാട്ടിലും വളർന്ന് നിൽക്കുമായിരുന്നു അവിടെ വെച്ച്. പക്ഷേ അതേ പൂവുണ്ടായി ഞാൻ ഇപ്പോഴാണ് കാണുന്നത്.
എനിക്ക് കാപ്പി മതി. വൈകിട്ടാ നിങ്ങളങ്ങ് അവിടെ തുളയ്ക്കാൻ വന്നിട്ട് നിങ്ങൾ അമ്മയുടെ ഇന്നപ്പോഴേ പൈപ്പ് മാറാൻ പറ്റൂല. അത് മനസ്സിലായില്ലയോ? ഇത് ഇതോ അമ്മ എന്റെ കുപ്പി എന്നാ മതി. കുടിച്ചോളാം. കുളിയും ജപമൊക്കെ കഴിഞ്ഞു. മോനിക്കുട്ടനൊരു പഠിത്തമാണ്. രണ്ടെണ്ണം എടുത്തു. ഒരെണ്ണം കുറച്ച് കേടായിരുന്നു, അതൊക്കെ കളഞ്ഞു. നല്ല മാങ്ങയായിരുന്നു. ഇത് കൊടുക്കാനാ? ടൈലിന്റെ കാര്യം ഉപ്പിട്ടു, മുളക് പൊടി ഇടും. മുളക് പൊടി തീർന്നു, വാങ്ങിക്കണം. ഞാനൊരു പീസ് കഴിക്കട്ടെ. ഒന്നുമില്ല. അപ്പൊ അതൊക്കെ ഇത് ഞാൻ പറയാം, അമ്മയ്ക്ക് അത് നോക്കാൻ വയ്യ. മോനത് കുഞ്ഞുള്ളതുകൊണ്ട് അവനെ അത് ഉണക്കി കഴിയത് എടുത്ത് വിരിച്ചത് ഉണക്കിയത്. പറയല്ലേ, അതൊക്കെ കുഞ്ഞു അവനൊന്നും ചെയ്യാതെ ഇവിടെ തിന്നോണ്ടിരിക്കും. ഒരു മരിച്ചൊന്ന് മടക്കും, ഞാൻ മടക്കിക്കോളാം. ഞാൻ പോകുമ്പോ ഒരു 2 ബെഡ്ഷീറ്റ് മടക്കുന്നതിന് എത്ര നേരം കൊണ്ട് കഥാപ്രസംഗം നടത്തുക? ദിവസവും തുണിയും കഴുകി മടക്കി എന്തോ വെച്ചും വിളമ്പിയിരിക്കുന്ന എനിക്ക് ആരോടും കണക്കും പറയണ്ടോ? ഞാൻ ഇവിടെ ഇല്ലല്ലോ, എന്നോട് കണക്ക് പറയാ. ഞാനിവിടെ നിൽക്കുന്നുണ്ടോ? നല്ലപോലെ മടക്കാമെങ്കിൽ മടക്കിയാൽ മതി. നല്ലപോലെ കിടക്കുക കളിക്കുന്ന പോലെ. അത് മുറിച്ചിട്ട് താഴോട്ട് എന്ത് ചെയ്യും? അത് ഈ വർഷത്തെ കലണ്ടർ അല്ല. അതല്ല, താഴോട്ട് എന്ത് ചെയ്യും? ഏതുപോലെ മുറിച്ചാൽ പറ്റില്ല, കാലൊക്കെ ഉള്ള പോലെ. ഇല്ലടാ, അത്ര ഇല്ലായിരുന്നു. പിന്നെ ഡേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ വർഷത്തെ അല്ല. പിന്നെ എന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നത്? ഒട്ടിച്ച് വെച്ചൂടെ? അവിടെ വെച്ചാ പോരായിരുന്നു. എനിക്ക് കാണാൻ രാവിലെ എഴുന്നേക്കും. അവിടെ വെച്ച പാടെ എനിക്കറിയാം. ഞാനും മോനിക്കുട്ടനും കൂടെ അവിടെ ഒരു ആണി ഉണ്ടായിരുന്നു, അതേ വെച്ച് വന്നേക്കുന്നു. കുറ്റം പറഞ്ഞു. അവിടെ ഒരു ആണി ഉണ്ടായിരുന്നു,
എടാ ഇതില് ഈ സാധനം മേടിച്ച് നിനക്ക് അതൊന്നും ഫീൽ ഇല്ല പറ്റും മറ്റേ പക്ഷെ അതിന്റെ പേരറിയാവോ? നിന്നോട് ഞാൻ പറഞ്ഞ ആ പുള്ളിക്കാരനെ ഒന്ന് വിളിക്കാൻ. ഇവിടെ വേണ്ട, വേണം എല്ലാവരും ഫോട്ടോ വെക്കാം. അവിടെ ഇപ്പുറത്തെ ആ വെളിയിലത്തെ ലൈറ്റ് ഷോർട്ട് സർക്യൂട്ടാന്ന് തോന്നുന്നു. അതൊന്ന് ഇടയ്ക്കൊന്ന് കത്തിയാൽ ഇപ്പൊ കത്തുന്നില്ല. മുറ്റത്തെ ലൈറ്റ് ഞാൻ പുതിയത് കേട്ടോ. ഓൾറെഡി ഉണ്ടായിരുന്ന ഒരെണ്ണം ഉണ്ട്. അതാ അതിന്റെ ബോക്സ് പോയായിരിക്കും. ബോക്സ് അല്ല, അത് കത്തുമായിരുന്നു. അത് പഴയ ബോക്സ് അല്ലേ, വർഷങ്ങളായിട്ട് ഇരിക്കുന്നതായിരുന്നു. അത് അന്ന് പോയതാ. പിന്നെ ഞാൻ എന്തോ നിൽക്കുമ്പോ എന്താണ് അത് കത്തുന്നുണ്ട്. അത് ഏതാണ്ട് ലൂസ് കോണ്ടാക്ട്. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോ വിഷമം വരും. എനിക്ക് വിഷമോ അത്രേ ഞാൻ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ പറയുന്നതിന് നിങ്ങൾക്ക് പ്രശ്നമില്ലായിരിക്കും, പക്ഷെ കേട്ടോണ്ടിരിക്കുമ്പോ എനിക്ക് വിഷമം തോന്നും. അതുകൊണ്ട് പറഞ്ഞതേ നമ്മുടെ പറഞ്ഞ കാര്യം ഓർക്കത്തോലുമില്ല. പിന്നെ അപ്പഴ കുടുംബക്കാരനാണ്, അക്ഷരം മാറിയിട്ടില്ല. ചുമ്മാ കുച്ചിക്കറുകൊണ്ട് നടക്കുന്ന കുടുംബക്കാരൻ. നടക്കുന്നതല്ല, കുടുംബക്കാരുടെ കാര്യം പറയുമ്പോ അമ്മ എന്നെ ഇതിൽ വിളിക്കുന്നു. അമ്മയുടെ കാര്യമല്ലോ. പുതിയൊരു ബെഡ്ഷീറ്റ് നമ്മൾ എടുത്തിട്ടേ ഇല്ലായിരുന്നു. മുത്തിന്റെ കട്ടിലെ വിരിക്കാനാണ് ആദ്യമായിട്ട് നമ്മളിത് എടുത്തത്. ഇത് 2-3 ദിവസം വിരിച്ചു കഴിഞ്ഞപ്പം ദേഹം ചൊറിയുന്നു. അപ്പൊ പിന്നെ ഇതെടുത്ത് മാറ്റിയിട്ട് കഴുകി വൃത്തിയാക്കി ഇട്ടു. വേറെ ഷീറ്റ് കഴുകിയത് വേറെ ഇരിപ്പുണ്ടായിരുന്നു, കഴുകിയത് അതെടുത്ത് കൊടുത്തു. പ്രിയകളുടെ കമന്റ് ഒക്കെ വായിച്ചിട്ട് കുറേ നാളുകളായി ഒരു വീഡിയോ നോക്കട്ടെ, എന്നിട്ട് നിങ്ങളുടെ കമന്റ് കുറച്ചെങ്കിലും വായിക്കാം. സമയം കിട്ടുമ്പോഴല്ലേ പറ്റുള്ളൂ. ഞാൻ മോനിക്കുട്ടൻ്റെ എൻ്റെയും കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. എനിക്ക് എന്തോ മോനിക്കുട്ടനെ കാണുമ്പോൾ വിഷമം വരുമെന്ന് പറഞ്ഞു. അതിനകത്ത് 114 കമന്റ് വന്നിട്ടുണ്ട്. അത് ആരൊക്കെ കമന്റ് ഇട്ടിരിക്കുന്നതെന്ന് നോക്കിയാലും. പിങ്കി വർഗീസ്, എന്തിനാ വിഷമിക്കുന്നത്? അവൻ നമ്മുടെ ചക്കരക്കുട്ടനല്ലേ, എല്ലാം സുഖമായി മിടുക്കനായി ഇപ്പോൾ ഓടി നടക്കുന്ന നോക്കിക്കോ. എന്നും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞ മോനിക്കുട്ടൻ. പിന്നെ രാജീവ് VR, വിഷമിക്കേണ്ടാട്ടോ, ഇതുവരെ കാത്ത ദൈവം ഇനിയുണ്ടാവും. അതെ. സിന്ധു ശർമ്മ, എന്താടാ ഇത്ര വിഷമം? മോനിക്കുട്ടൻ പെട്ടെന്ന് ശരിയാവും. രമ്യ, എന്തിനാ വിഷമിക്കുന്ന അമ്മൂസ? അതൊക്കെ പെട്ടെന്ന് മാറും. മുൻപത്തെ ഓർത്താണെങ്കിൽ അതും വേണ്ട. അതിൻ്റെ 100 ഇരട്ടി സ്നേഹം ഇപ്പോൾ കൊടുക്കുന്നില്ല. പിന്നെ എന്താ, അതൊക്കെ മോനൂസിന് മനസ്സിലാവും. പിന്നെ ശ്രീജ, മോനിക്കുട്ട ആ കണ്ണുകളിൽ എന്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? രാഗിണിയമ്മ കമന്റ് ഇട്ടിട്ടുണ്ട്. മോനിക്കുട്ട എല്ലാവരുടെയും പൊന്നുമോനാണ് നമ്മുടെ മോനിക്കുട്ടൻ. ഇപ്പോൾ കഴിച്ചിട്ട് വരാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. വേഗം സുഖമായിട്ട് വാ എൻ്റെ മോനിക്കുട്ടോ ഉമ്മ. പിന്നെ ലതാ നായർ, ഒറ്റയ്ക്കെല്ലാം ചെയ്യേണ്ടി വരുന്ന ഒരു അമ്മയുടെ, ഒരു സ്ത്രീയുടെ വിഷമം നല്ലതുപോലെ മനസ്സിലാകുന്നു. ഞാനും ഇതേ അവസ്ഥയിൽ 2 മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് തുഴഞ്ഞക്കരെ എത്തിയെന്ന് പറയാറായിട്ടില്ല. ഇപ്പോഴും തുഴഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മറുകര എത്തുമോ അറിയില്ല. എത്തട്ടെ. പ്രസന്ന ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ട് മോനിക്കുട്ടാന്ന് പറഞ്ഞിട്ട്. പിന്നെ ARS ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഒരു ID ഉണ്ട്. പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കല്ലേ ചേച്ചി, ഇപ്പോൾ മോനിക്കുട്ടൻ്റെ കൂടെ ഹാപ്പി ആയിട്ടുണ്ടല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. അതെ. നിഷാരാജി, സുന്ദരക്കുട്ടപ്പൻ മോനിക്കുട്ടൻ. പിന്നെ വിജയലക്ഷ്മി കമന്റ് ഇട്ടിട്ടുണ്ട്. മോനിക്കുട്ട ചക്കരി എന്ന് പറഞ്ഞിട്ടുണ്ട്. കിടുക്കം, വേഗം സുഖമാവുമല്ലേ മോനിക്കുട്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിനോ, വിഷമിക്കേണ്ട മക്കളെ, മോനും ഇപ്പോൾ ഓക്കെ ആകില്ലേ, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം പരിപാലിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദീപ്തിക്കുട്ടി, മോനിക്കുട്ട ചക്കരപ്പൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. രമാ ഗോപാലകൃഷ്ണൻ, അമ്മക്കളി വിഷമിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏബൽ 288, പാവം ചക്കരമുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അശ്വിനി, വിഷമിക്കേണ്ട മക്കളെ, നമ്മുടെ മോനിക്കുട്ടൻ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. ലിഷ ബാല, മോനിക്കുട്ട എന്ന് വിളിച്ചിട്ടുണ്ട്. ബീനു S, കുഞ്ഞോടെ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പുഷ്പ, വിഷമിക്കരുത്, മക്കൾ എന്നും കൂടെ ഉണ്ടാവും. രുക്മിണി എന്ന് പറഞ്ഞൊരു ID സ്നേഹം പറഞ്ഞിട്ടുണ്ട്. ബിൻസി സുബ്രഹ്മണ്യൻ, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷൈനി, ഗോഡ് ബ്ലസ് യു മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജയശ്രീ ആനന്ദ്, ജയശ്രീ ആനന്ദ്, ഗോഡ് ബ്ലസ് യു ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജയശ്രീ നായർ സ്നേഹം പറഞ്ഞിട്ടുണ്ട്. സിന്ധു, ലക്ഷ്മി ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ സരിത കമന്റ് ഇട്ടിട്ടുണ്ട്. മായ, ഗീത അല്ല ഗീതു, സോങ് സെലക്ഷൻ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്.
റാണി അനു, മോനുപ്പൊന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീതു, ആ കലഞ്ഞ രാവുകളിൽ പുതുമഴയായി എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം അലിഞ്ഞു പോയിക്കോട്ടെ, സന്തോഷമായിരിക്കും അമ്മിക്കിളി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിഷ ചക്കരി എന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ അനീസ് പെറ്റ് ലോകം സ്നേഹം പറഞ്ഞിട്ടുണ്ട്. അമാനമോള് മോനുകുട്ട എന്ന് വിളിച്ചിട്ടുണ്ട്. അമ്മു, നവൻ നമ്മുടെ ചക്കരമുത്തല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷാരി മോഹൻദാസ് ചേച്ചിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജോളി ജോസ്, എന്തിനാ കുഞ്ഞെ വിഷമിക്കുന്നത്, ദൈവം കൂടെയുണ്ട്, നമ്മുടെ മോനുകുട്ടനല്ലേ, മാതാവ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളും. അതെ, മാതാവിൻ്റെ അനുഗ്രഹമുണ്ട്. ലൈജു ജക്കബ്, ലവ് യു ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. രഞ്ജി ജോജോ, മോനുകുട്ടൻ്റെ ചിരി ഐ ലൈക്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിഷ പ്രകാശ്, മോനുകുട്ട അനിയത്തിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. സജ്ന ഷജീർ മുത്തുമണി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സയാൻ ചാച്ചു, മോനുകുട്ട എന്ന് വിളിച്ചിട്ടുണ്ട്. ഷൈമ ഷാജു, മോനുകുട്ടൻ മിടുക്കനായി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുജ പൊന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. റേനി ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ട്, മോളെ മോനുകുട്ടൻ ഓക്കെ അല്ലേ, ഒരു മാസം കഴിയുമ്പോൾ മോനു പൂർവാധിക ശക്തിയോടെ വരുമല്ലോ, ഇതിനപ്പുറവും ചാടിക്കടന്നവനാ ഞങ്ങളുടെ മോനു എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്ഷയ് കമൻറ്റ്, അമ്മക്കിളി മോനുകുട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജ്യോതി കൃഷ്ണകുമാർ, വിഷമിക്കല്ലേ, എല്ലാം പെട്ടെന്ന് മാറും, നമ്മുടെ മോനൂസ് സൂപ്പറല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബീന ദിവ്യനാഥ്, എന്തിനാ സങ്കടപ്പെടുന്നത്, മോനുകുട്ട സൂപ്പറല്ലേ, വേഗം തന്നെ കാലിൻ്റെയൊക്കെ മാറി മിടുക്കനായി ഓടിച്ചാടി നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മർലിൻ തോമസ്, എന്തിനാടാ സങ്കടപ്പെടുന്നത്, ഇത്രയും നടത്തിയ ദൈവം കൂടെയില്ലേ, പിന്നെ ഞങ്ങളും ഓൾ പ്രേയേഴ്സ് ഡിയർ, ഹാപ്പി ആയിട്ടിരിക്കും ഞങ്ങളുടെ ചുന്ദരക്കുട്ടനാന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഡിയേഴ്സ്. നാൻഡൻസ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. മോനുകുട്ട എന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ ബിന്ദു ചേച്ചി കോഴിക്കോട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. വിഷമിക്കേണ്ട, പ്രയാസമൊക്കെ മാറുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യാമ്പസ് ചോയ്സ്, എന്തിനാ മക്കളെ വിഷമിക്കുന്നത്, അവന് വേണ്ടി പ്രാർത്ഥിക്കാനും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മോനുകുട്ടനെ സ്നേഹിക്കാൻ എത്ര പേരാണ് നമ്മുടെ യൂട്യൂബ് കുടുംബത്തിലും അമ്മക്കിളിയുടെ കുടുംബത്തിലുമുള്ളത്. അതെ. പിന്നെ ടെസി ഷാജി, വേഗം സുഖമാവട്ടെ, പ്രാർത്ഥനയിൽ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്യ ശ്യാം, ചേച്ചിക്കുട്ടി വിഷമം വേണ്ട, നമ്മുടെ കർത്താവ് ഇത്ര വരെ എത്തിച്ചില്ലേ, എല്ലാം അവിടുന്ന് നോക്കിക്കൊള്ളും. അതെ. മേരി സെബാസ്റ്റ്യൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അമ്മക്കിളി ലവ് യു മോനുകുട്ട, ലവ് യു ടു എന്ന് എഴുതിയിട്ടുണ്ട്. ജിജി അന്നമ്മ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഫാമിലി മെമ്പറാണ്, എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ഇടും. കൊച്ചോളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. ഫോർട്ട് കൊച്ചിയിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ കൊച്ചോളും കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചി പോയപ്പോൾ രണ്ടുപേരും കൂടി കാണാനൊക്കെ പറ്റി, എന്നെ വീഡിയോ കോൾ ചെയ്തു. ഒരുപാട് സ്നേഹം, സന്തോഷം. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇന്ന ആളാണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് സ്നേഹം, അത്രയും സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി മെമ്പറാണ്. കൊച്ചോൾക്കാണെങ്കിൽ കുറേ ഗിഫ്റ്റൊക്കെ കൊടുത്താണ് വിട്ടത് കേട്ടോ, ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടാണ് വിട്ടത്. അവൾ പറഞ്ഞു ഭയങ്കര സ്നേഹമായിരുന്നു എന്ന്. അപ്പം എൻ്റെ വക ഒരുപാട് സ്നേഹം അറിയിക്കുന്നു കേട്ടോ. പിന്നെ ശാലിനി മധു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എത്തുമ്പോൾ ശാലിനി മധു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ റീനു സൗരവ്, മോനുകുട്ടൻ്റെ സെയിം ഫേസ് കട്ടാണ്, കുഞ്ഞോനെ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും, ഒരു സാഡ് ഉണ്ടെങ്കിൽ 1000 ഹാപ്പി ഉണ്ടാകും, ഗോഡ് ബ്ലസ് യു ചേച്ചി ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞു. താങ്ക് യു ഡിയർ. ഷാലി ജോസ്, കരയിപ്പിക്കല്ലേ കൊച്ചേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രീലത മനോജ്, മോനു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്ര പ്രദീപ്, ദിവ്യ രാജൻ, ബിന്ദു, പിന്നെ ബീന സജീവ്, നസ്ല നസ്രിൻ, അമൃത പുളിക്കൽ, ലതാ നായർ, വൺ വേൾഡ്, എന്തിനാടോ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സിമി ബാബു, അനില്യ ലിയ, വെണ്ണ വിഷമിപ്പിക്കാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അനീസ്യ ഷിലി, മോനുകുട്ട എന്ന് വിളിച്ചിട്ടുണ്ട്. ബിന്ദു ഹരി, മോനുകുട്ട എന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ പാത്തുമ്മ, അത് മൊത്തം വായിക്കാൻ പറ്റുന്നില്ല, സ്നേഹം പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. വിഷ്ണു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലി മെമ്പറാണ്, എല്ലാ വീഡിയോസിലും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. വിഷ്ണു ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ആ വിവരമൊക്കെ എന്നെ അറിയിച്ചു. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുഗ്രഹം ദൈവം തട്ടെ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. പിന്നെ സജിനി അനിൽ, മോനുവെ എന്ന് വിളിച്ചിട്ടുണ്ട്. സീന സത്യകല, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല പേര്. മിമ്രാൻ, മോനുകുട്ട, അക്കു സോന, മോനുകുട്ട എന്ന് വിളിച്ചിട്ടുണ്ട്. ലളിതകുമാരി, സീമ, ജീന മാത്യു, നിംസ്, ഹോളി ബോൾഡ്രിൻ, BGCB,
ദേവി ചന്ദ്രൻ, എലിസബത്ത് തോമസ്, മായ എബി, ഇഫ്രാൻ പോൾസൺ, ബീന മാത്യു, ബീന ജോസഫ്, സുനിത, സൗമ്യ, ശ്രീദേവി, ഷീജ ചന്ദ്രബാബു, സജ്ന, പിൻ്റെ ആങ്ങള രജിത മോൾ, സിന്ധു ജോൺ, രമ്യ ശ്രീജിത്ത്, ജെസി മാത്യു, ലത ജയ്, ലീലാകുമാരി, മുംതാസ് റിയാസ്, വീണ എസ് നായർ, അതെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അതുല്യ, അംബിക, ബിജി സജി. ഇത്രയും പേരാണ് ആ വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്തത്. എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് പറയേണ്ടിയെന്ന്. അതിൽ അത്രയും കമൻറ്റുകൾ തന്ന് എന്നെ സമാധാനിപ്പിച്ച എൻ്റെ പ്രിയങ്ങളോടെല്ലാം ഒരുപാട് സ്നേഹം കേട്ടോ. കുറേ നാളായി ഞാൻ കമൻ്റൊക്കെ വായിച്ചിട്ട് ലൈവ് വരാനുള്ള സാവകാശമൊന്നും കിട്ടുന്നേ ഇല്ല പ്രിയങ്ങളെ. എപ്പോഴെങ്കിലും ഈ മാസം, ഇത് ജൂലൈ കഴിഞ്ഞിട്ട് വരാം എന്നുള്ള ഇതിലിരിക്കുകയാണ്. ജൂലൈ മാസം കഴിഞ്ഞ വർഷവും എനിക്ക് ഞാൻ വല്ലാതെ കറങ്ങിപ്പോയ മാസമാണ്. അന്ന് ആങ്ങളയുടെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിലായിപ്പോയി. ഈ വർഷം ഞാൻ എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ സാമ്പത്തിക പരാധീനതകളും പ്രശ്നങ്ങളും അലച്ചിലും ഓട്ടമൊക്കെയാണ്. അങ്ങനെയൊക്കെ മാനസികമായിട്ട് ഒത്തിരി തളർന്ന ഒരു 2 മാസങ്ങളായിരുന്നു ജൂണിലാണ് നമ്മൾ അങ്ങോട്ട് മാറിയത്. പിന്നീടും കുറേ സാമ്പത്തിക പ്രയാസങ്ങൾ വന്നപ്പോൾ അത് നികത്തിയെടുക്കാൻ എനിക്ക് വല്ലാതെ ഭാരപ്പെടേണ്ടി വന്നു. കടം മേടിച്ചെടുത്തൊക്കെ എനിക്കത് സമയത്ത് തിരിച്ചു കൊടുക്കാനും ഒക്കെ ഒത്തിരി ഞാൻ പ്രയാസപ്പെട്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ വർഷം നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ ഒത്തിരി നീറിപ്പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാം കൂടി വരുന്നതെന്ന് വെച്ചാൽ ഈ ജൂലൈ ഇത്രയും ടൈറ്റ് വന്നപ്പം എനിക്ക് ഒന്നാമത്തെ കാര്യം മുത്തിൻ്റെ ഫീസ് അടയ്ക്കേണ്ട സമയമായിരുന്നു ഈ ജൂലൈ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് വരുമ്പം എനിക്ക് അതങ്ങോട്ട് മുന്നോട്ട് നികത്തിയെടുക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. ഇച്ചിരിയെ നല്ല പ്രയാസത്തിലായിരുന്നു. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മാനസിക പ്രയാസമുണ്ട്, അലച്ചിലുണ്ട്, വിഷമങ്ങളുണ്ട്, സങ്കടമുണ്ട്. എല്ലാം കൂടെ തോളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തളർച്ചയുണ്ട്. അതൊക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം ദൈവം താങ്ങട്ടെ എന്നുള്ള ഇതിൽ ഇരിക്കുകയാണ്. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എങ്ങോട്ടാ ചെന്ന് അവസാനിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തുതന്നെ ആയാലും ദൈവം അറിയാതൊന്നും നടക്കുന്നില്ലല്ലോ. അതൊക്കെയാണ് പ്രിയങ്ങളെ ഇപ്പോഴത്തെ അവസ്ഥയും വിശേഷങ്ങളും ഒക്കെ. അപ്പം ഞാൻ ചോറുണ്ടട്ടെ, എനിക്ക് വിശക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാനൊക്കെയാണ് അവിയലും രസവും മീൻകറിയും. അമ്മ പകലൊക്കെ ചോറും കൂട്ടാനും ഒക്കെ വെക്കുന്നതുകൊണ്ട് ഞാൻ വൈകിട്ട് വന്ന് എൻ്റെ അല്ലറ ചില്ലറ അല്ലാത്ത പണികളും ഒക്കെ ആയിട്ട് അങ്ങ് ഇരിക്കും. പിന്നെ നിങ്ങളോട് വിശേഷങ്ങൾ പറയാൻ ചിലപ്പോൾ സമയം കിട്ടത്തില്ല. ഇപ്പം കുറച്ച് ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരാൻ കുറച്ച് വൈകുമായിരുന്നു. ഇതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകണം, എടുക്കണം, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇച്ചിരി താമസിച്ചായിരുന്നു വരുന്നത്. പിന്നെ വന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്യാനിരിക്കും. വോയിസ് കൊടുക്കാനുണ്ടായിരുന്നു. 2-3 ദിവസം നമ്മൾ മൗനവ്രതത്തിലായിപ്പോയി. അതിപ്പോൾ പിന്നെ അതിന് വോയിസ് കൊടുക്കാനൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് സമയമൊക്കെ അങ്ങ് പോയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രിയ. അപ്പോൾ മൊത്തത്തിൽ കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. പ്രത്യേകിച്ച് നിങ്ങളുടെ സപ്പോർട്ട്. വീഡിയോ ഫുള്ള് കാണണം, പരമാവധി സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഉണ്ടാവണം. കാരണം കമൻറ്റൊക്കെ ഇടുമ്പോഴാണ് വീഡിയോ എൻഗേജ്ഡ് ആവുന്നത്, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത്. എന്നാലേ എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ കുറച്ചെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പറയാതെ തന്നെ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം നിന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കൂടി, ബാധ്യതകൾ കൂടി, അതൊക്കെ നിവർത്തിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണല്ലോ. അതുകൊണ്ടാണ് ഇതും നമ്മുടെ ഒരു വരുമാന മാർഗമാണ്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കഴിക്കാം. എനിക്ക് വിശക്കും. 8:15 വാ. ഉണ്ടോ? ഇരിപ്പുണ്ട് ചപ്പാത്തി.
ചോറും അവിയലും വിളമ്പിയേ മീൻ രസം ഒഴിക്കാം. ഒത്തിരി നാളായി രസം കൂട്ടിയിട്ട്. ഞാൻ ഇന്നലെ മല്ലിയിലൊക്കെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് രസം വെക്കാം. കേര കറി വെച്ചായിരുന്നേ. ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ. കഴിക്കട്ടെ. എല്ലാവരോടും സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ. നാളെ കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ. ബൈ ബൈ. സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.